ട്രംപിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തോട് ഉചിതമായ സമയത്ത് പ്രതികരിക്കുമെന്ന് ഇറാൻ. അമേരിക്കയുടെ നിർദ്ദേശം ഇറാൻ വിലയിരുത്തുകയാണ്. ഇറാന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്ന് US. അതേസമയം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സോട്ടാർ നദിക്കരയിൽ 2 വ്യോമാക്രമണങ്ങൾ നടത്തി. നബേദിയയിലെ അൽ ബയാദിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിന് നേരെയും വ്യോമാക്രമണം. നടൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം 9 മന്ത്രിമാരും ചുമതലയേറ്റു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി പദവിക്കൊപ്പം ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വിജയ് കൈവശം വയ്ക്കും. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 59 വർഷത്തിന് ശേഷമാണ് ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാത്ത ഒരു സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറുന്നത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നഷ്ടമായത് 43.15 ദശലക്ഷം തൊഴിൽ ദിനങ്ങൾ. കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ നൽകിയത് 14.63 ലക്ഷം തൊഴിൽ ദിനം മാത്രം. അനുവദിച്ച ലേബർ ബജറ്റിൻ്റെ 29.28% മാത്രമാണിത്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ 57.78 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് നൽകിയിരുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതുമൂലം വരുമാന നഷ്ടമുണ്ടായത്. സപ്ലൈകോയുടെ ജനപ്രിയ ന്യായവില അരി പദ്ധതിയിൽ വില വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് കൂട്ടിയത്. 25 രൂപ നിരക്കിൽ 20 കിലോഗ്രാം നൽകിയിരുന്നതിന് ഇനി 27 രൂപ നൽകണം. FCIയിൽ നിന്നും വാങ്ങുന്ന അരിയുടെ വിലയിൽ വന്ന മാറ്റമാണ് പ്രധാന കാരണമായി പറയുന്നത്. KSRTC ബസ്സിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കി തുടങ്ങി. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തി തുടങ്ങി. UDF സർക്കാരിൻ്റെ വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള നടപടിയാണിത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.